ദി മേക്കിംഗ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. വൈ വർ ദ പീപ്പിൾ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ബ്രിട്ടീഷ് റൂൾ ഇൻ ദ 1870s ആൻഡ് 1880s. 1870സിലും 1880സിലും ബ്രിട്ടീഷ് റൂളുമായിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നത്? പല കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ ദി ആംസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1878 ഡിസലോയിങ് ഇന്ത്യൻസ് ഫ്രം പ്രോസസ്സിങ് ആംസ്. അപ്പോൾ ആംസ് ആക്ട് പാസ് ചെയ്തു. ആ ആംസ് ആക്ട് പറയുന്നത് ഇന്ത്യൻസ് ഒരിക്കൽ ഒരു ആയുധവും അവരുടെ കയ്യിൽ വയ്ക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ള ഒരു ആക്റ്റാണ് അവർ പാസ് ചെയ്തത്. അതുപോലെ തന്നെ വെർണക്കുലർ പ്രസ് ആക്ട് പാസ് ചെയ്തു. അതിൽ ഇറ്റ് വാസ് ഇനാക്റ്റഡ് ഇൻ ആൻ എഫേർട്ട് ടു സൈലൻസ് ദോസ് ഹു ആർ ക്രിട്ടിക്കൽ ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ സൈലൻസ് ചെയ്യാനായിട്ടായിരുന്നു. ആരും ഒന്നും ഗവൺമെൻറ്റിന് എതിരായിട്ട് പറയരുത്, അങ്ങനെ ഒരു ആക്ട് പാസ് ചെയ്തു. അതുപോലെ തന്നെ 1883 ഗവൺമെൻറ് അറ്റംപ്റ്റഡ് ടു ഇൻട്രൊഡ്യൂസ് ഇൽബർട്ട് ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഇൽബർട്ട് ബില്ലെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇൻഡിവിജ്വൽസിനെ ഇന്ത്യൻ ലോയേഴ്സ് ട്രയൽ നടത്താം, അവർ വാദിക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഈക്വൽ യൂറോപ്യൻ അല്ലെങ്കിൽ അവരുടെ ലോയേഴ്സും നമ്മുടെ ലോയേഴ്സിനെയും ഒരു ഈക്വലാക്കുന്ന ഒരു ബില്ലായിരുന്നു. പക്ഷേ അത് ഈ വെള്ളക്കാർ അതിനെ ഓപ്പോസ് ചെയ്തു. ആൻഡ് ദ ഗവൺമെൻറ് വിഡ്രോ ദ ബിൽ. ആ ബില്ല് ഗവൺമെൻറ് വിഡ്രോ ചെയ്തു. അതൊരു കാരണമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഡിഡ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഷ് ടു സ്പീക്ക് ഫോർ? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് പ്രൊഫഷണൽസ്, എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ അവർ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിനോ പ്രൊഫഷണൽസിനോ മാത്രമായിട്ടല്ല സംസാരിച്ചത്. അത് സാധാരണ ഇന്ത്യക്കാർ, സാധാരണ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കും. എല്ലാ ക്ലാസ്സിലുള്ളവരും, എല്ലാ മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും സംസാരിച്ചു. The need for an all-India organization of educated Indians had been felt since 1880. 1880 മുതൽ ഈ ഒരു എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിൻ്റെ ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ വേണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സിയും കൂടി വന്നപ്പോൾ ആ ആഗ്രഹം കുറച്ചും കൂടി. The Indian National Congress was established when 72 delegates from all over the country, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും 72 ഡെലിഗേറ്റ്സ് ബോംബെയിൽ ഒത്തുകൂടി. മെറ്റഡ് ബോംബെ ഇൻ ഡിസംബർ 1885. 1885 ഡിസംബറിൽ അവർ ഒന്നിച്ചു കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇറ്റ് വാസ് ടു സ്പീക്ക് ഫോർ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു ദ ഗവൺമെൻറ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. വാട്ട് എക്കണോമിക് ഇമ്പാക്റ്റ് ഡിഡ് ഫസ്റ്റ് വേൾഡ് വാർ ഹാവ് ഓൺ ഇന്ത്യ? ഇന്ത്യയിൽ ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എന്ത് എക്കണോമിക് ഇമ്പാക്റ്റ് ആയിരുന്നു ഈ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ? ദ ഫസ്റ്റ് വേൾഡ് വാർ ഹാഡ് ദ ഫോളോയിങ് എക്കണോമിക് ഇമ്പാക്ട്സ് ഓൺ ഇന്ത്യ. In order to meet the huge rise in defense expenditure, ഡിഫൻസിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടിയപ്പോൾ ഗവൺമെൻറ് ഇൻക്രീസ് ടാക്സസ് ഓൺ ഇൻഡിവിജ്വൽ ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്. ബിസിനസ് പ്രോഫിറ്റിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻകംസിൻ്റെയും ടാക്സ് ഗവൺമെൻറ് കൂട്ടി. ഇൻക്രീസ്ഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഡിമാൻഡ്സ് ഓഫ് വാർ സപ്ലൈസ്. ഇപ്പോൾ വാറിന് വേണ്ടിയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ മിലിറ്ററി എക്സ്പെൻഡിച്ചറും കൂടിയപ്പോൾ ഇറ്റ് ലെഡ് ടു ഷാർപ്പ് റൈസ് ഇൻ ദ പ്രൈസസ്. എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് കൂടി, വിച്ച് ക്രിയേറ്റഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ് ഫോർ കോമൺ പീപ്പിൾ. സാധാരണ ആൾക്കാർക്ക് ഒരുപാട് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. ദ വാർ ക്രിയേറ്റഡ് എ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ലൈക്ക് ജൂട്ട് ബാഗ്, ക്ലോത്ത്, റെയിൽ എക്സെട്ര. അപ്പോൾ പല സാധനങ്ങളുടെയും ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് കൂടി. ആൻഡ് കോസ്ഡ് ഡിക്ലൈൻ ഓഫ് ഇമ്പോർട്ട്സ് ഫ്രം അതർ കൺട്രീസ് ഇൻ ടു ഇന്ത്യ. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന സാധനങ്ങൾ ഇമ്പോർട്ട് കുറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എക്സ്പാൻഡഡ്. അപ്പോൾ സാധനങ്ങൾ വരാതായപ്പോൾ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി ഡ്യൂറിങ് ദ വാർ. അതുപോലെ തന്നെ ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ്സ് ബിഗാൻ ടു ഡിമാൻഡ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ്. പിന്നെ ബിസിനസ് ഗ്രൂപ്പ്സ് റീപ്ഡ് എ ഫാബുലസ് പ്രോഫിറ്റ്സ് ഫ്രം ദ വാർ. ഈ വാറിൻ്റെ കാരണം ഈ ബിസിനസ് ഗ്രൂപ്പ്സിന് കുറച്ചും കൂടി നല്ല കാലമായിരുന്നു. അവർ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അടുത്തതെന്ന് പറഞ്ഞാൽ വാർ
വാട്ട് ഡിഡ് മുസ്ലിം ലീഗ് റെസൊല്യൂഷൻ ഓഫ് 1940 ആസ്ക് ഫോർ? 1940 ഈ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ റെസൊല്യൂഷൻ എന്താണ് ആവശ്യപ്പെട്ടത്? In 1940, the Muslim League demanded independent states for Muslims in the north, western and eastern areas of the country. രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ ഏരിയാസിലും നോർത്ത് വെസ്റ്റേൺ ഏരിയയിലും മുസ്ലിംസിന് വേണ്ടി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്തത്. ദ റെസൊല്യൂഷൻ ഡിഡ് നോട്ട് മെൻഷൻ പാർട്ടീഷൻ ഓർ പാകിസ്ഥാൻ. ഇന്ത്യയുടെ പാർട്ടീഷനോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പാകിസ്ഥാനോ അവർ റെസൊല്യൂഷനിൽ അവർ മെൻഷൻ ചെയ്തിരുന്നില്ല. ഫ്രം ദ ലേറ്റ് 1930s, ലീഗ് ബിഗാൻ വ്യൂയിങ് മുസ്ലിംസ് ആസ് എ സെപ്പറേറ്റ് നേഷൻ ഫ്രം ദ ഹിന്ദുസ്. അപ്പോൾ ഈ 1930 തൊട്ട് ലീഗിന് മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് നേഷൻ, ഹിന്ദുസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നേഷൻ വേണമെന്നുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു. ബിസൈഡ്സ് ദി പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് ഓഫ് 1937 കൺവിൻസ്ഡ് ലീഗ് ദാറ്റ് മുസ്ലിംസ് വെർ എ മൈനോറിറ്റി. അപ്പോൾ ഈ ഇലക്ഷനിൽ മുസ്ലിംസ് മനസ്സിലാക്കി മുസ്ലിംസ് ഒരു മൈനോറിറ്റി ആണെന്നും they would always have to play a second fiddle in a democratic structure. ഡെമോക്രാറ്റിക് സ്ട്രക്ചറിൽ ഇന്ത്യക്കൊപ്പം നിന്ന് കഴിയുമ്പോൾ, ഹിന്ദുസിനൊപ്പം നിന്ന് കഴിയുമ്പോൾ അവരൊരു സെക്കൻഡ് ഫിഡലായിരിക്കുമെന്നും ഒരു സെക്കൻഡ് പ്ലെയർ ആയിരിക്കുമെന്നും അവർക്കൊരു ഫിയർ ഉണ്ടായി. ഇറ്റ് ഫിയർ ദാറ്റ് മുസ്ലിംസ് മേ ഈവൻ ഗോ അൺറെപ്രസെൻറ്റഡ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും സെലക്റ്റഡ് ആവില്ലെന്നും അവർക്കൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവില്ലെന്നും ഒക്കെ ഉള്ള ഒരു പേടി അവർക്കുണ്ടായി. Congress rejected the League's desire to form a joint Congress League's government in the United Province, now Uttar Pradesh, in 1937. 1937 ഉത്തർപ്രദേശിൽ യുണൈറ്റഡ് പ്രൊവിൻസിൽ ഒരു കോൺഗ്രസും മുസ്ലിം ലീഗും കൂടിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ് റിജക്റ്റ് ചെയ്തു. ഇതെല്ലാത്തിനുള്ള കാരണമായി. ദിസ് ഓൾസോ അനോയ്ഡ് ദ ലീഗ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ആ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കിയത്. ആ റെസൊല്യൂഷനിൽ ഇന്ന് ഈ കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ വെയർ മോഡറേറ്റ്സ്. മോഡറേറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹൗ ഡിഡ് ദേ പ്രൊപ്പോസ് ടു സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. അവരെ എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. Those Congress leaders were called moderates who were moderate in their objectives and methods. അവരുടെ ഒബ്ജക്റ്റീവ്സിലും അവരുടെ മെത്തേഡ്സിലും അവർ മോഡറേറ്റ് ആയിരുന്നു. വലിയ റാഡിക്കൽ ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നില്ല. അവർ വളരെ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. They proposed a greater voice for Indians in the government and administration. ഇന്ത്യൻസിന് ഗവൺമെൻറ്റിലും അഡ്മിനിസ്ട്രേഷനിലും കൂടുതൽ വോയിസ് ഉണ്ടാവണം, കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്ന് പ്രൊപ്പോസ് ചെയ്തു അവർ. ദേ വാണ്ടഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ടു ബി മെയ്ഡ് മോർ റെപ്രസെൻറ്റേറ്റീവ്, ഗിവൺ മോർ പവർ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻസസ് ദാറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലെല്ലാം ഇന്ത്യൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവണം എന്നൊക്കെ അവർ ഡിമാൻഡ് ചെയ്തു. ദേ ഡിമാൻഡഡ് ഇന്ത്യൻസ് ബി പ്ലേസ്ഡ് ഇൻ ഹയർ പൊസിഷൻസ് ഇൻ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ ഹയർ പൊസിഷൻസിൽ ഇന്ത്യൻസ് പ്ലേസ് ചെയ്യണം, ഇന്ത്യൻസിന് പോസ്റ്റിംഗ് കൊടുക്കണമെന്ന് ഡിമാൻഡ് ചെയ്തു. മോഡറേറ്റ് ലീഡർ വാണ്ടഡ് ടു ഡെവലപ്പ് പബ്ലിക് അവയർനെസ് അബൌട്ട് ദ അൺജസ്റ്റ് നേച്ചർ ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൻ്റെ അന്യായ രീതിയിലുള്ള നേച്ചറെ ജനങ്ങളുടെ അവയർനെസ്സിലോട്ട് എത്തിക്കണം, ജനങ്ങളെ അറിയിക്കണമെന്ന് മോഡറേറ്റ് ലീഡേഴ്സ് ആവശ്യപ്പെട്ടു. അതവരുടെ ഒരു ആവശ്യമായിരുന്നു. ആൻഡ് വാണ്ടഡ് ടു മേക്ക് ഗവൺമെൻറ് അവെയർ ഓഫ് ദ ഫീലിങ്സ് ഓഫ് ദി ഇന്ത്യൻസിൻ്റെ ഫീലിങ്സ് ഗവൺമെൻറ്റിലോട്ട് എത്തിക്കാനും അവരാഗ്രഹിച്ചു. അങ്ങനെ ഒരു മോഡറേറ്റ് ലെവലിലായുള്ള ഒബ്ജക്റ്റീവ്സും മെത്തേഡ്സും ആയിരുന്നു അവർ പാലിച്ചത്. എക്സ്ട്രീം ചിന്താഗതി അവർക്കുണ്ടായിരുന്നില്ല. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദി പൊളിറ്റിക്സ് ഓഫ് റാഡിക്കൽസ്. ഇത് എക്സ്ട്രീമിസ്റ്റ് ആണ്, കുറച്ചും കൂടി കൂടുതൽ തീവ്രമായ ചിന്താഗതിയുള്ളവരാണ് ഈ റാഡിക്കൽസ്. വിത്തിൻ ദി കോൺഗ്രസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ മോഡറേറ്റ്സ്. മോഡറേറ്റ്സും ഈ റാഡിക്കൽസും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? ബൈ 1890s, large number of Indians began to raise questions on the political style of the Congress. കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റൈലിലും അവരുടെ വർക്കിംഗ് സ്റ്റൈലിലും ഇന്ത്യൻസ് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി 1890s. ഇൻ ബംഗാൾ, മഹാരാഷ്ട്ര ആൻഡ് പഞ്ചാബ്
ബംഗാളിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഒക്കെ ലീഡേഴ്സ് ലൈക്ക് ബിപിൻ ചന്ദ്രപാൽ, ബാല ഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ദി ബിഗാൻ ടു എക്സ്പ്ലോർ മോർ റാഡിക്കൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്. കൂടുതലായിട്ടുള്ള തീവ്രമായ ഒബ്ജക്റ്റീവ്സും തീവ്രമായ മെത്തേഡ്സൊക്കെ വേണമെന്ന് വാശി പിടിച്ച ആൾക്കാരായിരുന്നു ഇവരെല്ലാം. ദേ വർ പോപ്പുലർലി കോൾഡ് ലാൽ, ബാൽ ആൻഡ് പാൽ. ആൻഡ് ദേ ക്രിട്ടിസൈസ് മോഡറേറ്റ്സ് ഫോർ ദെയർ പൊളിറ്റിക്സ് ഓഫ് പ്രേയേഴ്സ്. പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റുകൾ, പ്രാർത്ഥനകൾ. ഗവൺമെൻറ്റിനോട് അവർ യാചന പോലെയാണ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു അതിനെ അങ്ങനെയുള്ള രീതിയെ ഈ റാഡിക്കൽസ് ക്രിട്ടിസൈസ് ചെയ്തു. ദേ എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് കൺസ്ട്രക്റ്റീവ് വർക്ക്. ഈ റാഡിക്കൽസ് സെൽഫ് റിലയൻസ്, നമുക്ക് സ്വന്തം ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കണം, കൺസ്ട്രക്റ്റീവ് വർക്കുകൾ ചെയ്യണമെന്നായിരുന്നു റാഡിക്കൽസിൻ്റെ ഒരു ഉദ്ദേശം. അവരുടെ ഇമ്പോർട്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. ദേ ആർഗ്യൂഡ് ദാറ്റ് പീപ്പിൾ മസ്റ്റ് റിലൈ ഓൺ ദെയർ ഓൺ സ്ട്രെങ്ത്. ആൾക്കാർക്ക് അവരുടെ സ്ട്രെങ്ത്തിൽ, ഇന്ത്യൻസിന് അവരുടെ സ്ട്രെങ്ത്തിൽ വിശ്വാസം ഉണ്ടാവണം. നോട്ട് ഓൺ ദ ഗുഡ് ഇൻറ്റൻഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഗുഡ് ഇൻറ്റൻഷൻസ് അല്ല അവർക്ക് വിശ്വസിക്കേണ്ടത്, റിലൈ ചെയ്യേണ്ടത്. സ്വന്തം കഴിവിലാണ്, സ്വന്തം സ്ട്രെങ്ത്തിലാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു റാഡിക്കൽസ്. ദേ ഓൾസോ സെഡ് പീപ്പിൾ മസ്റ്റ് ഫൈറ്റ് ഫോർ ദെയർ ഫ്രീഡം. അവരുടെ ഫ്രീഡത്തിന് വേണ്ടി ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് വിശ്വസിച്ച ആൾക്കാരായിരുന്നു റാഡിക്കൽസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ വേരിയസ് ഫോംസ് ഓഫ് നോൺ വയലൻറ്റ് കോപ്പറേഷൻ മൂവ്മെൻറ്റ് ടുക്ക് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പല ഭാഗത്ത് നടന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഹൗ ഡിഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഗാന്ധിജി. ഗാന്ധിജിയെ ആൾക്കാർ, ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇൻ ഖേഡ, ഗുജറാത്തിലെ ഖേഡയിൽ പാട്ടിദാർ പെസൻസ് ഓർഗനൈസ്ഡ് എ നോൺ വയലൻറ്റ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ദ ഹൈ ലാൻഡ് റവന്യൂ ഡിമാൻഡ് ഓഫ് ദ ബ്രിട്ടീഷേഴ്സിൻ്റെ ഹൈ ലാൻഡ് റവന്യൂ ഡിമാൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നോൺ വയലൻറ്റ് ക്യാമ്പയിൻസ് നടത്തിയവർ. അതുപോലെ തന്നെ ഇൻ ഗുണ്ടൂർ ഡിസ്ട്രിക്ട്സ് ഓഫ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലെ ട്രൈബൽസ് ആൻഡ് പുവർ പെസൻസ്, അവർ കുറേ ഫോറസ്റ്റ് സത്യാഗ്രഹങ്ങൾ നടത്തി. കോസ്റ്റൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ലിക്കർ ഷോപ്സൊക്കെ പിക്കറ്റ് ചെയ്തു. അതുപോലെ തന്നെ സിന്ധിലും ബംഗാളിലും ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ അലയൻസ് ഗേവ് എനോർമസ് കമ്മ്യൂണൽ യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത് ടു ദ നാഷണൽ മൂവ്മെൻറ്റ്. അവിടെ നടന്ന ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ അലയൻസ് എല്ലാം അത് ഒരുപാട് കമ്മ്യൂണൽ യൂണിറ്റിക്കും ഹിന്ദു മുസ്ലിം യൂണിറ്റിക്കും സ്ട്രെങ്ത്തിനൊക്കെ നാഷണൽ മൂവ്മെൻറ്റ് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനൊക്കെ കാരണമായി. ഇൻ പഞ്ചാബ് ദ അകാലി അജിറ്റേഷൻ ഓഫ് സിഖുകളുടെ അകാലി അജിറ്റേഷൻ ടു റിമൂവ് കറപ്റ്റ് മെഹൻസ് ഫ്രം ദെയർ ഗുരുദ്വാരാസ്. ഗുരുദ്വാരയിലെ പൂജ ചെയ്യുന്ന കറപ്റ്റായിട്ടുള്ള മഹന്തുമാരെ പുറത്താക്കാനുള്ളതായിരുന്നു അകാലി അജിറ്റേഷൻ. അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് ആൾക്കാർ റിയാക്ട് ചെയ്തത്. ഇൻ ആസാം ടീ ഗാർഡൻ ലേബറേഴ്സ് ഡിമാൻഡഡ് എ ബിഗ് ഇൻക്രീസ് ഇൻ ദെയർ വേജസ്. അവരുടെ വേജസിൽ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സ്ട്രൈക്ക് ചെയ്തു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റൊക്കെ നടത്തി. വൈ ഡിഡ് ഗാന്ധിജി ചോസ് ടു ബ്രേക്ക് സോൾട്ട് ലോ. എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി ഈ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചത്? Gandhiji's choice to break salt law was because in 1930 Gandhiji led a march to break the salt law. 1930 ഗാന്ധിജി ഒരു മാർച്ച് നയിക്കുകയാണ് സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യാനായിട്ട്. ഈ സോൾട്ട് ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹാഡ് എ മോണോപ്പൊളി ഓൺ ദ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് സോൾട്ട്. സോൾട്ട് ഉണ്ടാക്കലും അതുപോലെ തന്നെ അതിൻ്റെ സെയിലും സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മാത്രമേ ഒരു മോണോപ്പൊളി ഉള്ളൂ. അത് ഗവൺമെൻറ് മാത്രം അത് ചെയ്യാവൂ. അതുപോലെ തന്നെ അതിൽ ടാക്സ് ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ മഹാത്മാഗാന്ധി അലോങ് വിത്ത് അതർ നാഷണലിസ്റ്റ് റീസൺഡ് ദാറ്റ് it is wrong to impose tax on salt because it is such an essential item of our food. ആൾക്കാരുടെ ഫുഡിൻ്റെ ഒരു എസെൻഷ്യൽ ഐറ്റമാണ് ഈ സോൾട്ട്. അതിൽ ടാക്സ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചു മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് ഈ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദോസ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് 1937 to 47 പീരിയഡ് ദാറ്റ് ലെഡ് ടു ക്രിയേഷൻ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഉണ്ടാവാനുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ 1937 മുതൽ 47 വരെ നടന്ന എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്.
Congress' failure to mobilize Muslim masses in the 1930s allowed Muslim League to widen its social support. കോൺഗ്രസ് മുസ്ലിം മാസസിനെ മൊബിലൈസ് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ കൂടെ നിർത്താനും കോൺഗ്രസ്സിന് കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഈ ലീഗിന് അവരുടെ മുസ്ലിംസിൻ്റെ സോഷ്യൽ സപ്പോർട്ട് കൂട്ടാൻ പറ്റിയത്. അതുപോലെ തന്നെ ലീഗ് സോട്ട് ടു എൻലാർജ് ഇറ്റ് സപ്പോർട്ട് ഇൻ ഏർലി 1940s. 1940 ആദ്യങ്ങളിൽ ലീഗിന് അവരുടെ മുസ്ലിംസിൻ്റെ സപ്പോർട്ട് കൂട്ടാൻ പറ്റി എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ കോൺഗ്രസ് ലീഡേഴ്സ് വെർ ഇൻ ജയിൽ. മെജോറിറ്റി കോൺഗ്രസ് ലീഡേഴ്സും അവർ ജയിലിലായിരുന്നു. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ലീഗായിരുന്നു ആക്റ്റീവായിരുന്നത്. അപ്പോൾ മുസ്ലിംസിനെ കുറേ കൂടെ അവരുടെ മുസ്ലിംസിൻ്റെ സപ്പോർട്ട് ലീഗിന് കിട്ടി. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഓപ്പൺ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് ദ ലീഗും കോൺഗ്രസും തമ്മിൽ കുറേ നെഗോഷിയേഷൻസ് നടത്താൻ ബ്രിട്ടീഷ് നോക്കിയിരുന്നു. ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു 1945 കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ടോക്സ് ഫെയിൽഡ് ബിക്കോസ് അങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഫെയിലായി. ബിക്കോസ് ലീഗ് സോ ഇഫ് ഇറ്റ് സെൽഫ് ആസ് എ സോൾ സ്പോക്സ് പേഴ്സൺ ഓഫ് ദി ഇന്ത്യയുടെ മുസ്ലിംസിൻ്റെ ഒരു സോൾ സ്പോക്സ് പേഴ്സൺസ് എന്ന് പറയുന്നത്, അവരുടെ വക്താക്കൾ എന്ന് പറയുന്നത് ലീഗ് മാത്രമാണെന്ന് ലീഗ് കരുതി. ലീഗിൻ്റെ ഒപ്പീനിയൻ അതായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഡിഡ് നോട്ട് ആക്സെപ്റ്റഡ് ഇറ്റ്. അതിനെ കോൺഗ്രസ് ആക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് 1946 പ്രൊവിൻഷ്യൽ ഇലക്ഷൻസിൽ ലീഗ് അവർക്ക് റിസർവ് ചെയ്ത മുസ്ലിം സീറ്റ്സിലെല്ലാം വളരെ നല്ല രീതിയിൽ ജയിച്ചു വന്നു. അത് ഇറ്റ് പെർസിസ്റ്റഡ് വിത്ത് ഇറ്റ്സ് ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. അങ്ങനെ അത് പാകിസ്ഥാൻ ഒരു സെപ്പറേറ്റ് നേഷൻ വേണമെന്നുള്ള ഒരു രീതിയിലോട്ട് മാറി. In March 1946, British cabinet mission could not get Congress and Muslim League to agree on specific details of the proposal. അപ്പോൾ ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ. പക്ഷേ അതിലെ ചില പോയിൻറ്റ്സിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയിലെത്താൻ സാധിച്ചില്ല. അപ്പോൾ അതും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് രാജ്യം ഉണ്ടാകാൻ, ഒരു പാകിസ്ഥാൻ ഉണ്ടാകാൻ കാരണമായി. The League announced 16th August 1946 as a direct action day ആയിട്ട് അനൗൺസ് ചെയ്യും. അപ്പോൾ ഓൺ ദിസ് ഡേ റൈറ്റ്സ് ബ്രോക്ക് ഔട്ട് ഇൻ കൽക്കട്ടയിൽ ഈ റൈറ്റ്സ് ഉണ്ടായി. അത് ബൈ മാർച്ച് 1947 അപ്പോൾ വയലൻസ് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ ഓൾസോ. അങ്ങനെ പല സംഭവ വികാസങ്ങളുണ്ടായി. അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ എന്നൊരു സെപ്പറേറ്റ് കൺട്രി, ഒരു ഡിവിഷൻ, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.